പ്രിയപ്പെട്ടവരെ, ഹിന്ദുത്വ ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരിൽ പ്രമുഖനായ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജാവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരിൽ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനും കരുത്തനും ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജാവാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അനന്തിരവനായ ഇദ്ദേഹം 1724 ജനിച്ചത്. തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതിക്കായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടത്തിയ നിരവധി യുദ്ധങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കാർത്തിക തിരുനാൾ രാമവർമ്മയും ഉണ്ടായിരുന്നു. തുടർന്ന് 1758 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയതിനെ തുടർന്ന് സ്ഥാനമേറ്റ ഇദ്ദേഹം 40 വർഷക്കാലം രാജ്യഭരണം നടത്തുകയും 1798 നാട് നീങ്ങുകയും ചെയ്തു. ഇതിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം തിരുവിതാംകൂറിൻ്റെ അഭിമാനകരമായ പല നേട്ടങ്ങളുടെയും കാലം കൂടെയായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തികൾ വരെ പിടിച്ചെടുത്തുവെങ്കിലും തന്ത്രപരമായ ചില കാരണങ്ങളാൽ അദ്ദേഹം കൊച്ചിയെ കീഴടക്കുവാൻ ശ്രമിച്ചില്ല. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിക്ക് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ നോട്ടമുണ്ടായിരുന്നതിനാൽ ഏതെങ്കിലും കാലത്ത് ഒരു ആക്രമണമുണ്ടായാൽ അതിൽ നിന്നും തിരുവിതാംകൂറിനെ സംരക്ഷിക്കുക എന്നതായിരുന്നു ആ തന്ത്രം എന്ന് പറയപ്പെടുന്നു. എന്നാൽ കോഴിക്കോട് സാമൂതിരിയിൽ നിന്നുമുള്ള നിരന്തരമായ ആക്രമണത്തെ ചെറുക്കുവാനായി കൊച്ചി രാജ്യത്തിന് തിരുവിതാംകൂറിൻ്റെ സഹായം ആവശ്യമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പുറക്കാട് ആക്രമണം നടന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലശേഷവും കൊച്ചി രാജാവ് തിരുവിതാംകൂറിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ധർമ്മരാജാവ് ആദ്യഘട്ടത്തിൽ അത് ചെവിക്കൊള്ളുവാൻ തയ്യാറായില്ല. എന്നാൽ പിന്നീട് കൊച്ചിയിലെ രാജാവായ കേരളവർമ്മ തന്നെ നേരിട്ട് തിരുവനന്തപുരത്തെത്തുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 1762 കന്യാകുമാരിക്കടുത്തുള്ള ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വച്ച് ഇരു രാജ്യങ്ങളും ചേർന്ന് സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഈ കരാറാണ് പ്രശസ്തമായ ശുചീന്ദ്രം ഉടമ്പടി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ ദളവയായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കൊച്ചിയിലെ ദിവാനായിരുന്ന പാലിയത്ത് കോമിയച്ചനുമായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചവർ. പ്രസ്തുത കരാറിൻ്റെ ഭാഗമായി സാമൂതിരിയുടെ ആക്രമണങ്ങളിൽ നിന്നും കൊച്ചിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് കാർത്തിക തിരുനാൾ രാമവർമ്മ ഉറപ്പ് നൽകി. ഇതേ തുടർന്ന് ധർമ്മരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള, ഡിലനോയ് എന്നീ സേനാനായകന്മാരുടെ നേതൃത്വത്തിൽ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ തിരുവിതാംകൂർ സൈന്യം സാമൂതിരി കൊച്ചിയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ആക്രമണം ആരംഭിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കോഴിക്കോട് സൈന്യം പിൻവാങ്ങി. അവരെ പിന്തുടർന്ന തിരുവിതാംകൂർ സൈന്യം സാമൂതിരിയുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പൊന്നാനിയിലെത്തിച്ചേർന്നു. അപ്പോഴേക്കും കോഴിക്കോട് സാമൂതിരി കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിനെ ബന്ധപ്പെടുകയും യുദ്ധം നിർത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കോഴിക്കോട് സാമൂതിരിയുടെ അപേക്ഷയിന്മേൽ തിരുവിതാംകൂർ സൈന്യം യുദ്ധം നിർത്തിവെക്കുകയും 1763 കോഴിക്കോടുമായി സൗഹൃദ കരാർ ഒപ്പിടുകയും ചെയ്തു. ഈ കരാറിനെ തുടർന്ന് യുദ്ധച്ചെലവിനത്തിൽ 1.5 ലക്ഷം രൂപ കോഴിക്കോട് സാമൂതിരി തിരുവിതാംകൂറിന് നൽകി. അതുമാത്രമല്ല, കോഴിക്കോടിൻ്റെ കൈവശമുണ്ടായിരുന്ന പറവൂർ, ആലങ്ങാട് രാജ്യങ്ങൾ തിരുവിതാംകൂറിന് നൽകുകയും ചെയ്തു. അങ്ങനെ ആ 2 രാജ്യങ്ങളും തിരുവിതാംകൂറിൻ്റെ
ഭാഗമായി മാറ്റപ്പെട്ടു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കേരള ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിയ മറ്റൊരു ആക്രമണവും കേരളത്തിൽ നടന്നു. അത് കോഴിക്കോടിനു മേലുള്ള ഹൈദരലിയുടെ ആക്രമണമായിരുന്നു. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിക്ക് അറബികൾ, പോർച്ചുഗീസുകാർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ നിന്നും അളവറ്റ സമ്പത്ത് ലഭ്യമായിരുന്നു. ഈ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മൈസൂർ രാജാവിന്റെ സൈനിക തലവനായിരുന്ന ഹൈദരലി 1756 കോഴിക്കോടിനെ ആക്രമിച്ചത്. കോഴിക്കോട് സാമൂതിരിയുടെ ശത്രുവായിരുന്ന പാലക്കാട് രാജാവിന്റെ സഹായവും ഇതിൽ ഹൈദരലിക്ക് ഉണ്ടായിരുന്നു. ഹൈദരലിയുടെ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട് സാമൂതിരി സന്ധിക്ക് അപേക്ഷിക്കുകയും 12 ലക്ഷം രൂപ വാർഷിക കപ്പം നൽകാമെന്ന വ്യവസ്ഥയിൽ ഹൈദരലി പിൻവാങ്ങുകയും ചെയ്തു. ഹൈദരലിയുടെ കോഴിക്കോട് ആക്രമണം പ്രതിരോധ തന്ത്രങ്ങൾ മെനയുന്നതിന് തിരുവിതാംകൂറിനെയും പ്രേരിപ്പിച്ചു. അതേ തുടർന്ന് വടക്ക് ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ശക്തമായൊരു കോട്ട ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നുമാണ് നെടുങ്കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1762 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തിരുവിതാംകൂറിന്റെ സഖ്യരാജ്യമായിരുന്ന കൊച്ചിയുടെ സഹായം കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു ഈ കോട്ട നിർമ്മാണം. ചില ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ചെറിയ കാവൽ കോട്ടകളും നദികളും കായലുകളുമെല്ലാം ഇതിന്റെ ഭാഗമാക്കി. തിരുവിതാംകൂർ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ക്യാപ്റ്റൻ ദിലനോയുടെ നേതൃത്വത്തിലായിരുന്നു നെടുങ്കോട്ടയുടെ നിർമ്മാണം നടന്നത്. ഇതിനിടയിൽ 1766 ഹൈദരലി വീണ്ടും കോഴിക്കോടിനെ ആക്രമിച്ചു. 1761 മൈസൂർ രാജാവിനെ ചതിയിൽപ്പെടുത്തി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഹൈദരലി അവിടുത്തെ സുൽത്താനായി മാറിയിരുന്നു. അതിനാൽ തന്നെ ഇപ്രാവശ്യം കോഴിക്കോടിനെ ആക്രമിച്ചത് കേവലം സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായിരുന്നില്ല, മറിച്ച് കോഴിക്കോടിനെ കീഴടക്കി തന്റെ രാജ്യത്തോട് ചേർക്കുക എന്ന ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കപ്പമായി ലഭിക്കേണ്ട തുകയിൽ മുടക്കം വരുത്തി എന്നതായിരുന്നു ഈ രണ്ടാം കോഴിക്കോട് ആക്രമണത്തിന് ഹൈദരലി പറഞ്ഞ കാരണം. ഇതിനകം തന്നെ ആദ്യ കോഴിക്കോട് ആക്രമണത്തിന് തന്നെ സഹായിച്ച പാലക്കാട് രാജാവിനെ ഹൈദരലി വധിക്കുകയും പാലക്കാടിനെ മൈസൂരിനോട് ചേർക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിൽ ഭയചകിതനായ കോലത്തിരി രാജാവ് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു. തുടർന്ന് ഹൈദരലിയുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയമുറപ്പായ കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെടുത്തിയ ശേഷം പൊന്നാനിയിലുള്ള തന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയും കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് നിലനിന്നിരുന്ന ശക്തമായ കോഴിക്കോട് രാജ്യത്തിലെ സാമൂതിരി ഭരണം അവസാനിച്ചു. ഹൈദരലിയുടെ ആക്രമണത്തെ തുടർന്ന് സാമൂതിരിയുടെ കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നില്ല തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ടത്, മറിച്ച് പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഹൈദരലിയുടെ പീഡനം ഭയന്ന് തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ഇങ്ങനെ വന്നവരെയെല്ലാം ചേർത്ത് പിടിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തതിനാലാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിനെ പിൽക്കാലത്ത് ധർമ്മരാജാവ് എന്ന് അറിയപ്പെട്ടത്. ഒരേ സമയം 2000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഭോജനശാല പത്മനാഭപുരം കൊട്ടാരത്തിൽ നമുക്ക് ഇന്നും കാണുവാൻ സാധിക്കും. കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി എത്തിയ ആയിരക്കണക്കിന് ഹൈന്ദവ മതവിശ്വാസികൾക്ക് അന്നമൂട്ടുവാൻ ധർമ്മരാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ ഭോജനശാല എന്നറിയുക. കോഴിക്കോട് കീഴടക്കിയതിനെ തുടർന്ന് കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയ രാജ്യങ്ങളെയും കീഴടക്കുവാൻ ഹൈദരലി ആഗ്രഹിച്ചു. അപ്പോഴാണ്
തൻ്റെ ആക്രമണങ്ങളെ തടയുവാനായി തിരുവിതാംകൂർ നെടുങ്കോട്ട നിർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതേ തുടർന്ന് നെടുങ്കോട്ടയുടെ നിർമ്മാണം നിർത്തിവെക്കുവാൻ അദ്ദേഹം കൊച്ചിയോടും തിരുവിതാംകൂറിനോടും ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, തൻ്റെ ശത്രുക്കൾക്ക് അഭയം നൽകിയ കാരണത്താൽ ഈ രാജ്യങ്ങളെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ കൊച്ചി രാജ്യം 4 ലക്ഷം രൂപയും തിരുവിതാംകൂർ രാജ്യം 15 ലക്ഷം രൂപയും നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് 4 ലക്ഷം രൂപ കപ്പം നൽകിയ കൊച്ചി രാജാവ് ഹൈദരലിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു. എന്നാൽ തിരുവിതാംകൂർ ഹൈദരലിയുടെ ആവശ്യം നിരാകരിക്കുകയും അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നെടുങ്കോട്ടയുടെ നിർമ്മാണം തുടരുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഹൈദരലി കീഴടക്കിയ പ്രദേശങ്ങളായ കോഴിക്കോട്, കോലത്തുനാട് എന്നിവിടങ്ങളിൽ നിന്നും അദ്ദേഹം പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അവഹേളനത്തിനെതിരെ തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതിന് ഹൈദരലി തീരുമാനിച്ചുവെങ്കിലും വിജയപ്രതീക്ഷയില്ലാത്തതിനാൽ പിന്മാറുകയാണുണ്ടായത്. ഒരുപക്ഷെ കൂടുതൽ ശക്തി സംഭരിച്ചുകൊണ്ട് പിന്നീട് തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതിനായി പിൻവാങ്ങിയതായിരിക്കാം എന്നും പറയപ്പെടുന്നു. എന്തായാലും തിരുവിതാംകൂറിനെ കീഴടക്കുക എന്ന തൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാനാവാതെ 1762 ഹൈദരലി മരണപ്പെട്ടു. സർവപ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് 1775 നെടുങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു. കൊടുങ്ങല്ലൂരിന് സമീപമുള്ള കൃഷ്ണൻ കോട്ട മുതൽ ആനമല വരെ നീണ്ടുകിടക്കുന്ന 48 കിലോമീറ്ററിലുള്ള ഭീമാകാരമായ മൺകോട്ടയായിരുന്നു ഇത്. ഈ കോട്ടയ്ക്ക് 16 അടി വീതിയും 40 അടി ഉയരവുമുണ്ടായിരുന്നു. നെടുങ്കോട്ടയ്ക്ക് സമാന്തരമായി തന്നെ കള്ളിമുൾ ചെടികൾ കൊണ്ട് വളർത്തിയ ഒരു മുൾക്കോട്ടയും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കോട്ടയ്ക്കുള്ളിൽ 20 അടി വീതിയിലും 15 അടിയോളം താഴ്ചയിലുമായി കിടങ്ങുകൾ കുഴിച്ചിരുന്നു. ഈ കിടങ്ങുകളിലും മുൾച്ചെടികൾ വളർത്തുകയും വിഷപ്പാമ്പുകളെ തുടർന്നു വിടുകയും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. അതുമാത്രമല്ല, നിശ്ചിതമായ ഇടവേളകളിൽ കോട്ട കൊത്തളങ്ങളും 200ഓളം ആയുധധാരികളായ സൈനികർക്ക് താമസിക്കാവുന്ന ഭീമൻ ഗുഹകളും പണിതിരുന്നു. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നു നെടുങ്കോട്ട. നെടുങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം 2 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് 1777 തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയ വിദേശ സൈനികനായ ക്യാപ്റ്റൻ ഡിലനോയ് അന്തരിച്ചു. അതിനുശേഷം 1789 ഡച്ചുകാരിൽ നിന്നും പള്ളിപ്പുറം കോട്ട എന്നറിയപ്പെടുന്ന ആയിക്കോട്ടയും കോട്ടപ്പുറം കോട്ട എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കോട്ടയും 3 ലക്ഷം രൂപ നൽകി തിരുവിതാംകൂർ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. ഇത് തിരുവിതാംകൂറിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചു. കടലിലൂടെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുതകുന്ന ഈ കോട്ടകൾ തിരുവിതാംകൂർ വാങ്ങിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇഷ്ടമായില്ല. തിരുവിതാംകൂറിനെ ആക്രമിച്ച് കീഴടക്കുക എന്ന തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുവാൻ കാത്തിരുന്ന ടിപ്പുവിനും ഇതൊരു അവസരമായി മാറി. തൻ്റെ സാമന്ത രാജ്യമായ കൊച്ചിയിലൂടെ നെടുങ്കോട്ട നിർമ്മിച്ചുവെന്നും അതിനാൽ തന്നെ അത് പൊളിച്ചു മാറ്റണമെന്നും ടിപ്പു സുൽത്താൻ കൊച്ചി രാജാവിനോടും തിരുവിതാംകൂർ രാജാവിനോടും ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങൾക്ക് അത് പൊളിച്ചു മാറ്റാനാകില്ലെന്നും കാർത്തിക തിരുനാൾ മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി മൈസൂരിന് വിധേയമാക്കാമെന്നും കൊച്ചി രാജാവ് ഉറപ്പു നൽകിയെങ്കിലും അത് നടപ്പിലായില്ല. ഇതേ തുടർന്ന് 1789 ഡിസംബർ മാസത്തിൽ ടിപ്പു സുൽത്താൻ 30,000 സൈനികരുമായി നെടുങ്കോട്ട ആക്രമണത്തിനായി എത്തിച്ചേർന്നു. ഈ പടപ്പുറപ്പാട് മനസ്സിലാക്കിയ തിരുവിതാംകൂർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം തേടിയെങ്കിലും അവർ സഹായത്തിനെത്തുവാൻ തയ്യാറായില്ല. തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായി ചുമതലയേറ്റിരുന്ന ദിവാൻ
ശ്രീ രാജാ കേശവദാസനായിരുന്നു നെടുങ്കോട്ടയുടെ ചുമതലയുണ്ടായിരുന്നത്. അദ്ദേഹം തന്റെ വിശ്വസ്തനായ വൈക്കം പത്മനാഭപിള്ളയെ ടിപ്പു സുൽത്താനെ നേരിടുവാനായി നിയോഗിച്ചു. വൈക്കം പത്മനാഭപിള്ള തന്റെ സേവകനെ ടിപ്പുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും കോട്ടയിൽ പ്രവേശിക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും ചെയ്തു. ഈ പ്രലോഭനത്തിൽ വീണ ടിപ്പു സേവകൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അവിടെ ടിപ്പുവിനെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടികളായിരുന്നു. കോട്ടയ്ക്കുള്ളിലെ ഗുഹകളിൽ ഒളിച്ചിരുന്ന നായർ പടയാളികൾ മൈസൂർ സേനയ്ക്ക് നേരെ വെടിവയ്പ് ആരംഭിച്ചു. അപ്രതീക്ഷിതമായ ഗറില്ല ആക്രമണത്തിൽ പകച്ചുപോയ മൈസൂർ സൈന്യം ചിതറിയോടി. പലരും കോട്ടയ്ക്കുള്ളിലെ കിടങ്ങുകളിൽ വീണു. നായർ പടയാളികൾ അവരെ പിന്തുടർന്ന് വധിച്ചു. അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ പതറിയ ടിപ്പുവിനെ വൈക്കം പത്മനാഭപിള്ള ആഞ്ഞുവെട്ടി. കാൽമുട്ടിൽ വെട്ടേറ്റ ടിപ്പു കിടങ്ങിലേക്ക് വീണെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സൈനികർ തോളിൽ ചുമന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. എങ്കിലും ടിപ്പു സുൽത്താന്റെ പല്ലക്ക്, മോതിരം, ഉടവാൾ, ചില ആഭരണങ്ങൾ എന്നിവ രാജാ കേശവദാസൻ പിടിച്ചെടുത്തു. അങ്ങനെ നെടുങ്കോട്ട കീഴടക്കാനാവാതെ തോറ്റ് പിന്മാറിയ ടിപ്പു ഈ ആക്രമണത്തിലേറ്റ പരിക്ക് മൂലം പിൽക്കാലത്ത് മുടന്തനായാണ് ജീവിച്ചത് എന്ന് ചരിത്രം. എന്നാൽ ഈ പരാജയം ടിപ്പുവിനെ പിന്തിരിപ്പിച്ചില്ല. 1790 ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ശക്തമായ സൈനിക സന്നാഹങ്ങളുമായി അദ്ദേഹം വീണ്ടും നെടുങ്കോട്ട ആക്രമിച്ചു. ഇത്തവണ നെടുങ്കോട്ട തകർക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. തുടർന്ന് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടും കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടും കയ്യിൽ കിട്ടിയവരെ ബലമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിക്കൊണ്ടും ടിപ്പുവിന്റെ സൈന്യം ആലുവ വരെ മുന്നേറി. എന്നാൽ ശക്തമായ കാലവർഷം കാരണം അവർക്ക് തുടർന്ന് മുന്നേറാനായില്ല. പക്ഷേ തിരുവിതാംകൂറിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം അവിടെയും ടിപ്പുവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വൈക്കം പത്മനാഭപിള്ളയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ കുഞ്ചുകുട്ടിപ്പിള്ള ഭൂതത്താൻകെട്ട് അണക്കെട്ട് തകർത്തു. അതുമൂലമുണ്ടായ അതിശക്തമായ വെള്ളപ്പാച്ചിലിൽ ആലുവയിൽ വിശ്രമിക്കുകയായിരുന്ന ആയിരക്കണക്കിന് മൈസൂർ സൈനികർ കൊല്ലപ്പെട്ടു. ടിപ്പുവിന്റെ കരിമരുന്ന് ശേഖരം നിശേഷം ഇല്ലാതായി. ഇതേ സമയം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം ആക്രമിച്ചു. ഇക്കാരണങ്ങളാൽ ഒടുവിൽ ടിപ്പുവിന് തിരുവിതാംകൂറിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു. പിന്നീട് നടന്ന മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെടുകയും ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതോടുകൂടി ശ്രീ പത്മനാഭന്റെ കൊടിമരത്തിൽ തന്റെ കുതിരയെ കെട്ടുമെന്ന് അഹങ്കാരത്തോടെ പ്രഖ്യാപിക്കുകയും ശ്രീ പത്മനാഭന്റെ നാടായ തിരുവിതാംകൂറിനെ ആക്രമിക്കുകയും ചെയ്ത ടിപ്പുവിന് എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് നാലാം മൈസൂർ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താന്റെയും അദ്ദേഹത്തിന്റെ പിതാവായ ഹൈദരലിയുടെയും ആക്രമണം കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെങ്കിലും തിരുവിതാംകൂറിനെ അത് കാര്യമായി ബാധിച്ചതേയില്ല. എന്ന് മാത്രമല്ല, അത് ടിപ്പു സുൽത്താന്റെ സർവനാശത്തിന് കാരണമാവുകയും ചെയ്തു. ടിപ്പുവിന് നേരെ നേടിയ യുദ്ധവിജയത്തിന്റെ പ്രതീകമായി ഇന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് ഘോഷയാത്രയിൽ ടിപ്പുവിൽ നിന്നും പിടിച്ചെടുത്ത പച്ചക്കൊടി ആനപ്പുറത്ത് പ്രദർശിപ്പിച്ചു വരുന്നു. അതുമാത്രമല്ല, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കൊട്ടാരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മേത്തൻ മണി ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായി സ്വാതി തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചതാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് ഇന്നും ഇത് കാണാവുന്നതാണ്. നെടുങ്കോട്ട യുദ്ധവിജയത്തിന് പിന്നാലെ 1790 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സാമീപ്യവും താരതമ്യേന അകലെയുള്ള പത്മനാഭപുരത്തു നിന്നും ഭരണം നടത്തുന്നതിനുള്ള പ്രയാസവുമായിരുന്നു ഈ മാറ്റത്തിന് കാരണം.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെ പ്രവേശിക്കുമ്പോൾ വലതുവശത്ത് പത്മതീർത്ഥകുളവും ഇടത് ഭാഗത്ത് ഒരു കൊട്ടാരവും കാണാം. ആ കൊട്ടാരത്തിലായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് താമസിച്ചിരുന്നത്. വിശാലമായ പത്മതീർത്ഥകുളത്തെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ് എപ്പോഴും കൊട്ടാരത്തിനുള്ളിൽ ഇന്നത്തെ AC-ക്ക് സമാനമായ തണുപ്പ് സൃഷ്ടിക്കും എന്നതായിരുന്നു ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകത. തിരുവനന്തപുരം നഗരം വളരെ വിശാലമായ രീതിയിൽ വികസിപ്പിക്കുകയും നഗരത്തിന്റെ സംരക്ഷണത്തിനായി കോട്ടകളുടെ പണി ആരംഭിക്കുകയും ചെയ്തത് ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തു തന്നെ കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും നിർമ്മാണം പൂർത്തിയായിരുന്നു. തിരുവനന്തപുരം സന്ദർശിക്കുന്നവരുടെ മുന്നിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ടകൾ തിരുവിതാംകൂർ രാജ്യത്തിന്റെ പ്രൗഢിയും കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണ നൈപുണ്യവും വിളിച്ചറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം എന്നറിയപ്പെടുന്ന ആയിരങ്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ്. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളാണ് ഈ കുലശേഖര മണ്ഡപത്തിന്റെ പ്രത്യേകത. കുലശേഖര മണ്ഡപത്തിലെ കരിങ്കല്ലിലുള്ള കൊത്തുപണികൾ കാണുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ മുന്നിൽ നമ്മൾ അറിയാതെ ശിരസ് നമിച്ചു പോകും. ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം, ആലപ്പുഴ നഗരം, ഇന്നത്തെ MC റോഡ്, വ്യാപാര നഗരമായ കോട്ടാർ, വർക്കല പട്ടണം എന്നിവ നിർമ്മിക്കപ്പെട്ടത്. ഇതിൽ വർക്കല പട്ടണത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ധർമ്മരാജാവിന്റെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു. ചാലക്കമ്പോളം ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങൾ വികസിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ദിവാനായിരുന്ന രാജാ കേശവദാസനായിരുന്നു. ഇതിനിടയിൽ ആർക്കോട് നവാബുമായി ചില തർക്കങ്ങൾ ഉടലെടുത്തെങ്കിലും ബ്രിട്ടീഷുകാരുടെ മധ്യസ്ഥതയിൽ അത് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു ചെയ്തത്. ചെങ്കോട്ട, കന്യാകുമാരി ക്ഷേത്രം എന്നിവ തിരുവിതാംകൂറിന്റെ ഭാഗമാക്കപ്പെട്ടത് ഈ ഒത്തുതീർപ്പുകളെ തുടർന്നായിരുന്നു. ഇത്തരത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നതായി കാണാം. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂർ രാജ്യം അതിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും യുദ്ധവിജയങ്ങൾ നേടുകയും മറ്റ് ഭൗതിക വികസനങ്ങൾ നടപ്പിൽ വരുത്തുകയും മാത്രമല്ല ചെയ്തത്, മറിച്ച് കലാരംഗത്ത് അഭൂതപൂർവമായ പുരോഗതിയായിരുന്നു അക്കാലത്തുണ്ടായത്. കലാകാരനും കൂടിയായിരുന്ന അദ്ദേഹം നിരവധി ആട്ടക്കഥകൾ രചിക്കുകയുണ്ടായി. സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, ഗന്ധർവ വിജയം തുടങ്ങി നിരവധി ആട്ടക്കഥകൾ ധർമ്മരാജാവ് രചിച്ചതാണ്. അതുപോലെ തന്നെ കർണാടക സംഗീതത്തിൽ 150ഓളം കൃതികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയതായി പറയപ്പെടുന്നു. പ്രശസ്ത കവിയായിരുന്ന ഉണ്ണായി വാര്യർ ധർമ്മരാജാവിന്റെ സമകാലികനായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമലങ്കരിച്ച മഹാരാജാവായ അദ്ദേഹം 1798 ഫെബ്രുവരി മാസത്തിൽ നാടുനീങ്ങി. തൻ്റെ അമ്മാവനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പോലെ തന്നെ തിരുവിതാംകൂർ രാജ്യത്തെ സുശക്തമായി നിലനിർത്തിക്കൊണ്ടും മൈസൂർ സുൽത്താനെ പോലെയുള്ള ആക്രമണകാരികളിൽ നിന്നും തിരുവിതാംകൂറിലെ പ്രജകളെ സംരക്ഷിച്ചുകൊണ്ടും സർവോപരി സുൽത്താൻമാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടിയെത്തിയ 10,000-കണക്കിന് ഹൈന്ദവ വിശ്വാസികൾക്ക് അഭയം നൽകിക്കൊണ്ടുമെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ ധർമ്മരാജാവായി മാറിയ അദ്ദേഹം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ മഹാരാജാവായി തന്നെ എന്നും സ്മരിക്കപ്പെടും എന്നത് തീർച്ചയാണ്.